അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡിനായിട്ട് ഞാനിവിടെ അമൂലിൻ്റെ പാൽപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, അപ്പോൾ ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 1 കപ്പ്, ഇതിൽ ഉള്ളത് മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ അത് ഈ ഒരു ചെറിയ പാക്കറ്റ് എത്രയാണ് ഇതിന് വില? 36 രൂപ, 100 ഗ്രാം കേട്ടോ. 100 ഗ്രാമാണ് ഞാൻ എടുത്തേക്കണത്. 100 ഗ്രാമിൻ്റെ 36 രൂപയുടെ അമൂല്യ ഡയറി വൈറ്റർ ഇതാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഏത് പാൽപ്പൊടി ഉണ്ടോ അത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനത് പാൽപ്പൊടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു 1/2 കപ്പ്, അപ്പോൾ നമ്മൾ 1.5 കപ്പോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം. പാലല്ലെങ്കിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പാലാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാലും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പാൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പാലാവണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർക്കാത്തത്. 1/2 കപ്പ് പാൽ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് കൂടി ഒന്നും കൂടി ചേർക്കുകയാണ്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മതി. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പാൽപ്പൊടിയും 1 കപ്പ് പാല്, അതുപോലെ 1/2 കപ്പ് പഞ്ചസാര, ഇത്രയാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, കാരണം ഇത് അടിക്ക് പിടിക്കരുതല്ലോ. അതുകൊണ്ട് അടികട്ടിയുള്ള പാത്രം ഏത് വേണമെങ്കിലും എടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്രയും കൂടി നല്ലതായിരിക്കും. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് ഇതാകും, ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് മെൽട്ടാകും. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുക്കും. പിന്നെ ഈ നമ്മൾ ഈ കട്ട കട്ടി കിടക്കുന്നതൊക്കെ നന്നായിട്ട് ഉടഞ്ഞോളും. ഇപ്പം നമ്മൾ ഈ ഒരു പാത്രം ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്ക് പിന്നെ ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, നെയ്യാണ്. നെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നെയ്യ് ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ ഇട്ടേക്കുന്ന ആ തരി കട്ടകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതിങ്ങനെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഒട്ടും അടുക്കി പിടിക്കരുത്, തീ കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഇതിലോട്ട് വിട്ട് പോരും. ഒരു തിക്ക് രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. കറക്റ്റ് തിക്കായിട്ട് തന്നെ കിട്ടും. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നെയ്യും ബട്ടറും ചേർക്കേണ്ട ആ ഒരു ഫ്ലേവർ വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ശരിക്കും ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ അതേ ഒരു കളറിലും രൂപത്തിലും വന്നുണ്ട്. ഇപ്പോൾ ഒരു തിക്ക് രൂപത്തിലായി വരുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് തണുക്കാണ്ട് വെക്കാം. അപ്പോൾ ഇനി അത് എന്താ പറയുക, കുറേ നേരം നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കട്ടിയിലായിപ്പോവും. അപ്പോൾ നമുക്കൊരു വിധം തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് മതിയെങ്കിൽ ഇതേപോലെ വിട്ട് വന്ന പരുവത്തിൽ കണ്ടോ. ശരിക്കും ഈ സൈഡിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ വിട്ട് വന്ന കണ്ടോ. ഇതൊരു പരുവുമ്പോൾ നമുക്ക് ഓഫാക്കാം. തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ട് അത് കണ്ടോ. എനിക്ക് ഇത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തണുത്തിട്ടുണ്ടെന്നുണ്ട്. ഇത് കണ്ടോ, ടേസ്റ്റ് ഉണ്ട് സത്യം പറയല്ല. അല്പടായിക്കണ. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.